മുജാഹിദ് എഴുതിയതുണ്ടാവും, സുന്നി ജമാഅത്ത് എല്ലാവരും എഴുതിയതുണ്ടാവും. അവിടെ ഇസ്തിഗാസയുടെ അർത്ഥമെന്ത്? സഹായം, സഹായം, അതല്ലേ? ഈ ഇസ്തിഗാസ നിങ്ങൾ പറയുന്നു മറ്റുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. നിങ്ങളെ മറുപടി വിളിച്ചു പ്രാർത്ഥിക്കൽ. അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ച് പ്രാർത്ഥിക്കൽ എന്നോ? വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? നിങ്ങൾ നോക്കൂ, ഇയാൾ ചോദിച്ചത് ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കലെന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമില്ല എന്ന നിലക്കാണ്. എന്നാൽ സുന്നികൾ കൊടുത്തതാവുമല്ലോ അവർക്ക് ഏറ്റവും സ്വീകാര്യം. ഇത് നുസ്റത്തുൽ അനാം എന്ന സുന്നി പ്രസിദ്ധീകരണമാണ്. നുസ്റത്തുൽ അനാം, ഈ നുസ്റത്തുൽ അനാമിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏതെന്നറിയോ? 1993 ഒക്ടോബറിലെ നുസ്റത്താണ്. ഈ നുസ്റത്തുൽ അനാമിൽ പറയുന്നു, കേട്ടോളൂ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റില് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ ഇസ്തിഗാസയുടെ അർത്ഥം പ്രാർത്ഥന എന്നോ? അതെ, നിങ്ങൾ കൊടുത്താണ്. ഇത് മറ്റേ സംസ്ഥാന സുന്നിന്റെ ആവശ്യം. ഈ വിഷയത്തിൽ തർക്കമില്ലല്ലോ. ഖുതുബന്റെ സമയത്ത് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? ഇജാതി വിഷയത്തിലല്ലേ തർക്കമുള്ളൂ. ഈ തർക്കമില്ലല്ലോ. ഇനി പറഞ്ഞത് പ്രാർത്ഥന എന്ന് തന്നെയാണ്. അതും ശിർക്കോ പാപമോ അല്ല. എന്ത്? മഹാന്മാരുടെ മഖ്ബറകൾ സന്ദർശിക്കുമ്പോ അവരോട് നേരിട്ട് ഇസ്തിഗാസ, അതായത് പ്രാർത്ഥന തന്നെ നടത്താറുണ്ട് സുന്നികൾ. അതും ശിർക്കോ പാപമോ അല്ല എന്നാണ് നുസ്റത്തുൽ അനാമിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ സുന്നി മുസ്ലിയാക്കന്മാർ ഇസ്തിഗാസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നെയാണ്? പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥന അല്ലാഹുവോടല്ല പാടില്ല. അല്ലാഹു ചോദിച്ചു, മൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ മറ്റാരാ ഉള്ളത്? ഇങ്ങനെ എത്ര ആയത്തിലൂടെ സഹോദരങ്ങളെ അല്ലാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹ് പറയുന്നു. ആ സമയത്ത് ഇവിടെ നമ്മുടെ മുസ്ലിയാര് പറഞ്ഞൊരു സംഗതി എന്താണെന്നറിയോ? മൂപ്പര് പറഞ്ഞത് ദുആ എന്ന പദത്തിന് വിളിച്ചു എന്ന അർത്ഥമുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എന്ന അർത്ഥമുണ്ട്. പക്ഷെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന അർത്ഥം ഇല്ല എന്നാണ്. വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന അർത്ഥം ഏനില്ല, ദുആഇനില്ല എന്നാണ് നമ്മുടെ മുസ്ലിയാർ ഇവിടെ പ്രസംഗിച്ചു പോയത്. എന്നാ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണമെങ്കിലും നോക്കണ്ടേ? ഇത് നിങ്ങളുടെ കോഴിക്കോട് വലിയ കാലയുടെ പരിഭാഷയാണ്. ഈ പരിഭാഷയിൽ ഇയാളതാ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഏതായത്തിനെന്നറിയാമോ? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. സൂറത്തുൽ അറാഫിലെ 197-ാമത്തെ വചനം. ഈ വചനത്തിന് അർത്ഥം ഇയാൾ കൊടുക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കോഴിക്കോട് വലിയ കാലിയുടെ പരിഭാഷയാണ്. ഇത് പറയുന്നത് കേട്ടോളൂ. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല, തങ്ങളെ തന്നെയും അവർ സഹായിക്കുകയില്ല. സൂറത്തുൽ അറാഫിലെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് വലിയ കാലി പറയാണ്. ഇവിടെ പറഞ്ഞെന്താ? ദുആഇനെ വിളിച്ചു നടത്തണ്ട്, പ്രാർത്ഥിച്ചു നടത്തണ്ട്, പക്ഷെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നില്ല. എന്താ അങ്ങനെ അർത്ഥം പറഞ്ഞ തകരാറെന്നുള്ള മനസ്സിലാത്തത്? അങ്ങനെ പറഞ്ഞെന്താ തകരാറ്? വെറുതെ ആൾക്കാരുടെ ആശയക്കുഴപ്പമുണ്ടാക്കുക മാത്രമാണ്. വിളിച്ചു പ്രാർത്ഥിക്കുക, എന്താ വ്യത്യാസം? ഇനി മനസ്സ് പ്രാർത്ഥിക്കുന്നതും അല്ലാത്തതുമുള്ള വ്യത്യാസമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി അങ്ങനെയാണെങ്കിലും ശരി, ഇവിടെ ദുആഇ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന് തന്നെയാണ് ഇയാൾ അർത്ഥം കൊടുത്തത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി എന്ന ആയത്തിന് തദ്ഊന എന്നതിന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന നിലക്ക് തന്നെയാണ് അവിടെ വലിയ ഖാദി, കോഴിക്കോട് വലിയ ഖാദി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഇതേ മുസ്ലിയാർ, അതായത് കോഴിക്കോട് വലിയ ഖാദി തന്നെ തന്റെ പരിഭാഷയിൽ മറ്റൊരു സൂറത്തിന്റെ അർത്ഥം പറയുന്നിടത്ത്, ആയത്തിൽ അർത്ഥം പറയുന്നിടത്തും പറയുന്നുണ്ട്. ഏതാ? സൂറത്തുൽ ജിന്നിലെ നേരത്തെ ഞാൻ കേൾപ്പിച്ച വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ
എന്ന ആയത്തിന് അർത്ഥം നൽകുകയാണ് ആര്? കോഴിക്കോട് വല്യകാലി. കേട്ടോളൂ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ് ഈ ഭാഗത്തും ഇയാൾ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആര്? കോഴിക്കോട് വലിയകാലി. ഇനിയും വേണോ സഹോദരങ്ങളെ? ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. സൂറത്ത് ഫാത്തിറിൽ മറ്റൊരായത്തിനെ വിശദീകരിച്ചുകൊണ്ട്, 13-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്കു വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഈ ആയത്തിനെ അർത്ഥം ഇയാൾ നൽകുകയാണ്. എന്താണ്? അതാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു, അവനാണ് ആധിപത്യം. അവന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും സ്വന്തമാക്കുന്നില്ല. അപ്പോ വിളിച്ചു എന്നർത്ഥണ്ട്, പ്രാർത്ഥിച്ചു എന്നർത്ഥണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചു എന്നും അർത്ഥണ്ട്. കോഴിക്കോട് വലിയ കാളി മൂപ്പരുടെ പരിഭാഷയിൽ പറഞ്ഞതാണിത്. നമ്മുടെ ഇസ്മായിൽ മൗലിയാർ ഇനി വരുമോന്ന് അറിയില്ല. മൂപ്പര പ്രായം മാനിച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് മൂപ്പര അങ്ങനെ പറയണോ ശരിയല്ലല്ലോ. ആരായാലും ഞാൻ വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇല്ലേ കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷയിൽ നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും, ഞാൻ വായിച്ച് കളവാന്ന് പറയും. ഇനി അതല്ല, കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷകൾ സ്വീകരിക്കൂലേ അത് പറയും. എന്തെങ്കിലും ഒന്ന് പറയണം. വെറുതെ ആൾക്കാരടിയിൽ ഇങ്ങനെ ആൾക്കാരെ പൊട്ടീസാക്കി പോയതുകൊണ്ട് കാര്യമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന വാദം ഇവിടെ ഉണ്ടോ? അതുമാണല്ലോ പരിശോധിക്കാം. നിങ്ങൾ നോക്കൂ, കുണ്ടുതോട് വാദപ്രതിവാദം 974 നടന്നിട്ടില്ല, നടക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇതിൽ ഒന്നാമത്തെ കാര്യം, അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? കേട്ടോളൂ. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ, എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ. ശിർക്കല്ല, മുബാഹ് ബ്രാക്കറ്റിൽ അനുവദനീയം ആണെന്ന് സുന്നികൾ. അപ്പൊ എന്താ സുന്നികളുടെ വിശ്വാസം? അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കും, പ്രാർത്ഥന ആരാധനല്ലേ സഹോദരങ്ങളെ? നമ്മുടെ നിസ്കാരം പോലെ ആരാധനല്ലേ? അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കേണ്ടതല്ലേ? അത് അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കൽ ശിർക്കല്ലേ? മുസ്ലിയാക്കന്മാരി പറഞ്ഞതോ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നല്ലേ? അതേ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഉണ്ടായിരുന്ന അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ അത്തൗഹീദ് എന്ന പേരിൽ പുസ്തകം എഴുതിയപ്പോ അതിന് മറുപടിയായി റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ് ഇത്. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റൂലേ? ഞാൻ അതിന്റെ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പ്രസിഡന്റ് SYS സ്റ്റേറ്റ് കമ്മിറ്റി, മൂപ്പര് പഴയ കാലത്ത് എഴുതിയതാണ്. കേട്ടോളൂ. സുന്നി വിരുദ്ധരുടെ അടിവേരറുക്കാൻ ഉപയുക്തവും ശക്തവും വ്യക്തവുമായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം വന്യ മശായിഖുകളായ മർഹൂം പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മർഹൂം ടി കുഞ്ഞായിൽ മുസ്ലിയാർ എന്നിവരടങ്ങുന്ന 8 ഉലമാക്കൾ പരിശോധിച്ച് അവരുടെ അഭിപ്രായക്കുറിപ്പുകൾ സഹിതമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാള ലിപിയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ മറ്റൊരു അവതാരിക പ്രസക്തമാകുമെന്ന് തോന്നുന്നില്ല. 8 മൊയ്ലിയമാരെ പരിശോധിച്ച് തസ്ഹീഹ് ചെയ്ത കിതാബാണ്. ഇതിലെന്താ പറഞ്ഞത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിന് 100-ാമത്തെ പേജിൽ പറയുന്നു. എന്താ? അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എല്ലാ മുസ്ലിമിന്റെ വിശ്വാസം എന്താ? കല്ലിനോടോ മരത്തോടോ അതുപോലെ നബിയോടോ വലിയനോടോ പ്രാർത്ഥിച്ച ശിർക്കാണ്. ഇവിടെ പറഞ്ഞ കുണ്ടുതോട് വാദപ്രതിവാദം പറഞ്ഞതോ അനുവദനീയമാണ് എന്നാണ്. രണ്ടും വ്യത്യാസമല്ലേ? രണ്ടും വ്യത്യാസമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ നോക്കണം, നാട്ടിക മൂസ മുസ്ലിയാരെ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ ഇവിടെ ഇസ്തിഖാമ എന്ന പേരിൽ ഒരു മുഖാമുഖ പരിപാടി നടത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ട് ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിരുന്നു 996 ഒക്ടോബർ 27. അതിന്റെ ഒരു വാർത്ത ഞാൻ വായിക്കാം.
സുന്നി യുവജന സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നാട്ടികവി മൂസ മുസ്ലിയാരാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. എന്താണ്? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? ആകാമെന്നായിരുന്നു ഉത്തരം. എന്താണ്? പ്രാർത്ഥിക്കാമോ? ആകാം എന്നായിരുന്നു ഉത്തരം. നിങ്ങൾ ആലോചിക്കും സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ എങ്ങട്ടായി സമൂഹത്തെ കൊണ്ടുപോകുന്നത്? അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? ആകാം എന്നാണ് ഉത്തരം. എന്നാൽ നാട്ടി റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞതോ അത് ശിർക്കാണ്. ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല, പക്ഷെ നാട്ടികൾക്ക് തർക്കമുണ്ട്. അതുപോലെ തന്നെ ഈ വാദപരിവാദത്തിൽ പങ്കെടുത്ത മുസ്ലിയാക്കന്മാർക്ക് തർക്കമുണ്ട്. കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം വർഷങ്ങൾക്ക് മുമ്പാണ്. 983 കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അത് കാന്തപുരല്ലേ, മറ്റേ ടീമല്ലേ പറയണ്ട. 989 അങ്ങൾ ഭിന്നിച്ചത്. അതിന്റെ മുമ്പ് 83 വാദപ്രയോഗം നടന്നു. ആ വാദപ്രയോഗത്തിൽ കാന്തപുരം പറഞ്ഞ എന്താ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. അല്ലല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ആയത്തുകൾ ഞാൻ ഓതി എന്നാണ് പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു രേഖ ഇസ്ലാമിൽ നിങ്ങൾ പരിശോധിക്കുക. ഈ ലോകത്ത് വന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ ആരോടാ ദുആ ചെയ്തത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആനിലുണ്ട്, നൂഹ് നബിയുടേതുണ്ട്, ഇബ്രാഹിം നബിയുടേതുണ്ട്. അങ്ങനെ പല അമ്പിയാക്കളുടെയും ദുആകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്ന് ചിന്തിച്ചോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകൻ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനോട് ദുആ ചെയ്തോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് പ്രവാചകൻ കഴിഞ്ഞു പോകാനില്ല. മറ്റല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും ദുആ ചെയ്തോ? ഇല്ല. അവരുടെ പ്രാർത്ഥനകൾ റബ്ബന എന്നാണ്, റബ്ബി എന്നാണ്, അല്ലാഹുവോട് മാത്രമാണ്. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്. ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ദുആ ചെയ്ത പോലെ, വിളിച്ചു പ്രാർത്ഥിച്ച പോലെ ഈ ലോകത്തിന്റെ സഖാവിനോട് മാത്രമായിരിക്കണം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ഇതിന്റെ പേരിൽ മുജാഹിദുകൾ ഭിന്നിപ്പിന്റെ ആളുകളാവുന്നുവെങ്കിൽ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരാകുന്നുവെങ്കിൽ, സമൂഹത്തിന്റെ ഐക്യം തകർക്കുന്നവരാവുന്നുവെങ്കിൽ ആലോചിച്ചോളൂ, ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ഈ സമൂഹത്തിന്റെ ഐക്യം തകർക്കാൻ വന്നവരാണോ? അല്ലല്ലോ. ഇസ്ലാം പഠിപ്പിക്കാൻ വന്നവരല്ലേ. ആ ഇസ്ലാമാ മുജാഹിദുകളും പഠിപ്പിക്കുന്നത്. ഇനിയോ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? അവർ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആ ആളുകൾ അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾക്കൊപ്പമാണ് സ്വർഗത്തിൽ. ആരെയെല്ലാമാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇവർക്കൊപ്പമാണ് അവർ സ്വർഗത്തിൽ. ഖുർആൻ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും അമ്പിയാക്കളോ ശുഹദാക്കളോ സ്വാലിഹീങ്ങളോ സുദ്ദീഖുകളോ സഹോദരങ്ങളെ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചോ? ഇല്ല. അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ ഒരു രേഖയുമില്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു രേഖയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ തവസ്സുലിന്റെ കാര്യം ഇവിടെ മുസ്ലിയാര് ഇസ്തിഗാസ തവസ്സുൽ എന്നൊക്കെ പറഞ്ഞു ഒറ്റയടിക്കണ്ട് പറഞ്ഞു പോവുക ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്താ തവസ്സുല്? തവസ്സുലിന് മുജാഹിദുകൾ എതിരാണോ? അല്ല. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട തവസ്സുലിന് എതിരല്ല. ഏതാണ് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട തവസ്സുല്? പരിശോധിക്കണ്ടേ? നമ്മള് പരിശോധിച്ചോളൂ. ഒന്ന്, വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചക ചര്യ കൊണ്ടും സ്ഥിരപ്പെട്ട തവസ്സുൽ നമ്മൾ എതിരല്ല. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേകമായുള്ള നാമ ഗുണ വിശേഷണങ്ങൾ, അസ്മാ സിഫാത്ത്, അല്ലാഹുവിൻ അസ്മാഉല്ലാഹി വ സിഫാതുഹു, അല്ലാഹുവിന്റെ നാമ